ആധുനിക ലോകത്ത് കാണുന്നതെല്ലാം സത്യമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോ നിമിഷവും ആവശ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാം, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ച ഒരു വീഡിയോ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഡൽഹി, ഗുരുഗ്രാം, ജയ്പൂർ ഭാഗങ്ങളിലേക്കുള്ള ദിശ കാണിക്കുന്ന ദേശീയപാത 48-ലെ കൂറ്റൻ സൈൻ ബോർഡിനുള്ളിൽ ഒരു മഹീന്ദ്ര താർ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. അമിത വേഗതയിൽ വന്ന വാഹനം നിയന്ത്രണം വിട്ട് പറന്നുയർന്ന് ബോർഡിനുള്ളിലേക്ക് ഇടിച്ചു കയറി എന്ന തരത്തിലായിരുന്നു പ്രചാരണം. എന്നാൽ ഈ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഡിജിറ്റൽ യുഗം നമ്മെ എത്രത്തോളം എളുപ്പത്തിൽ കബളിപ്പിക്കുന്നുവെന്ന് വ്യക്തമാകും. വീഡിയോ പുറത്തു വന്ന ഉടൻ തന്നെ അത് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തിയത്. ജയ്പൂരിന് സമീപം നടന്ന അവിശ്വസനീയമായ ഒരു അപകടം എന്ന നിലയിലായിരുന്നു പലരും ഇത് പങ്കുവച്ചത്. മഹീന്ദ്ര ഥാറിന്റെ കരുത്ത് എന്നും അമിത വേഗതയുടെ ദുരന്തം എന്നുമൊക്കെയുള്ള അടിക്കുറിപ്പുകളോടെ വീഡിയോ വൈറലായി. യാതൊരു തകരാറുമില്ലാതെ കൃത്യമായി ബോർഡിന്റെ ചട്ടക്കൂടിനുള്ളിൽ വാഹനം ഇരിക്കുന്നത് കണ്ട പലരും ഇതെങ്ങനെ ഉണ്ടാകാം എന്നതിൽ അത്ഭുതം പ്രകടിപ്പിച്ചു. എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യങ്ങൾ അത്രമേൽ തനിമയുള്ളതായി തോന്നിച്ചതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ഭൂരിഭാഗം പേരും തയ്യാറായില്ല. ഈ വീഡിയോ ഒന്നിലധികം തവണ ആവർത്തിച്ച് പരിശോധിച്ചാൽ ഇതിലെ ചതിക്കുഴികൾ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയായിരുന്നു. ഇന്ത്യയിലെ ദേശീയപാതകളിലെ സൈൻ ബോർഡുകൾ നിർമ്മിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. അതിലെ ഫോണ്ടുകൾ, വലിപ്പം, നിറം എന്നിവയ്ക്ക് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട രീതികളുണ്ട്. എന്നാൽ വൈറൽ വീഡിയോയിലെ ബോർഡ് ശ്രദ്ധിച്ചാൽ അതിൽ NH48 എന്ന് എഴുതിയിരിക്കുന്നതിന് സമീപമുള്ള അക്ഷരങ്ങൾ വികൃതമായാണ് കാണപ്പെടുന്നത്. പലയിടത്തും അക്ഷരങ്ങൾ പരസ്പരം കലർന്ന നിലയിലോ അർത്ഥശൂന്യമായ രൂപത്തിലോ ആണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ സംഭവിക്കാറുള്ള ഒരു പ്രധാന പിഴവാണ്. ഒരു മഹീന്ദ്ര ഥാർ പോലുള്ള കനത്ത വാഹനം ഇത്രയും ഉയരത്തിൽ ഇരിക്കണമെങ്കിൽ അത് അത്രമേൽ വേഗതയിൽ ഇടിച്ചു കയറണം. അത്തരമൊരു സാഹചര്യത്തിൽ സൈൻ ബോർഡിന്റെ ലോഹ ചട്ടക്കൂടുകൾ തകരുകയും വാഹനത്തിന് വലിയ രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യും. വാഹനത്തിന്റെ അവശിഷ്ടങ്ങളോ റോഡിൽ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങളോ വീഡിയോയിൽ ദൃശ്യമല്ല. ഇത്രയും വിചിത്രവും വലുതുമായ ഒരു സംഭവം ദേശീയപാതയിൽ നടന്നാൽ അത് ഉടൻ തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകേണ്ടതാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഇത്തരമൊരു അപകടത്തെക്കുറിച്ച് യാതൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ നടന്നാൽ ക്രെയിനുകൾ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വരേണ്ടതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല. വാർത്താ ഏജൻസിയായ PTI നടത്തിയ വിശദമായ വസ്തുതാ പരിശോധനയിൽ ഈ വീഡിയോ പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹൈപ്പർ റിയലിസ്റ്റിക് ദൃശ്യങ്ങൾ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇന്ന് സുലഭമാണ്. ആളുകളെ ഞെട്ടിക്കാനും അതുവഴി കൂടുതൽ റീച്ച് നേടാനും വേണ്ടി പല കണ്ടന്റ് ക്രിയേറ്റർമാരും ഇത്തരം കൃത്രിമ ദൃശ്യങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇത്തരം വീഡിയോകൾക്ക് CGI അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് എന്ന് ലേബൽ നൽകാത്തതാണ് പലപ്പോഴും ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നത്. നമ്മൾ ജീവിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള കാലത്താണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നാം ഓരോരുത്തരും ശ്രദ്ധാലുക്കളുമാകണം. ഒരു വീഡിയോ കണ്ടാൽ ഉടൻ അത് സത്യമാണെന്ന് വിശ്വസിക്കാതെ പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഭൗതിക ശാസ്ത്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടാൽ അത് വ്യാജമാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. വീഡിയോയിലെ നിഴലുകൾ, പ്രതിഫലനങ്ങൾ, അക്ഷരങ്ങൾ എന്നിവ ശ്രദ്ധിച്ചാൽ അവ പലപ്പോഴും കൃത്രിമമാണെന്ന് തിരിച്ചറിയാനും സാധിക്കും. ദേശീയപാത 48-ലെ ഈ മഹീന്ദ്ര ഥാർ വീഡിയോ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് സത്യവും മിഥ്യയും വേർതിരിച്ചറിയാൻ കൂടുതൽ പ്രയാസമുള്ള കാലമാണ് മുന്നിലുള്ളത്. സൈബർ ലോകത്തെ ഇത്തരം കെട്ടിച്ചമച്ച വാർത്തകൾക്കെതിരെ നാം ജാഗരൂകരാകണം. വിനോദത്തിനായി ഇത്തരം ദൃശ്യങ്ങൾ ആസ്വദിക്കാമെങ്കിലും വസ്തുതകൾ അന്വേഷിക്കാതെ അവ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ.